2024-25 അധ്യയന വർഷത്തിലെ വിദ്യാഭ്യാസ കലണ്ടർ നമുക്കൊന്ന് നോക്കാം. 2024 ജൂൺ മാസത്തിൽ വരുന്ന അവധികൾ രണ്ടാം ശനിയാഴ്ചയും അതായത് ശനിയാഴ്ച വരുന്നത് 8-ാം തീയതിയാണ്. പിന്നീട് വരുന്നത് ജൂൺ 17-ാം തീയതിയാണ്, അവധിയാണ്, തിങ്കളാഴ്ച. പിന്നീട് വരുന്നത് ജൂലൈ മാസം 6-ാം തീയതി. പിന്നീട് 13-ാം തീയതി രണ്ടാം ശനിയാഴ്ച അവധിയാണ്. 16-ാം തീയതിയും ഗവൺമെൻറ് അവധിയാണ്. ഓഗസ്റ്റ് മാസത്തിൽ 3-ാം തീയതി ശനിയാഴ്ച അവധിയാണ്. രണ്ടാം ശനിയാഴ്ചയായ 10-ാം തീയതിയും അവധിയാണ്. പിന്നീട് വരുന്നത് ഓഗസ്റ്റ് 15 വ്യാഴാഴ്ചയാണ്. പിന്നീട് ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച. ശേഷം ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച, 28 ബുധനാഴ്ച അവധിയാണ്. 2024 സെപ്റ്റംബർ മാസത്തിൽ വരുന്ന അവധികൾ രണ്ടാം ശനിയാഴ്ച വരുന്നത് 14-ാം തീയതിയാണ്. പിന്നീട് ഓണം അവധിയാണ് വരുന്നത്. വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നീട് ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വരുന്നുണ്ട്, ബുധനാഴ്ച, ഗവൺമെൻറ് അവധിയാണ്. പിന്നെ വരുന്നത് രണ്ടാം ശനിയാഴ്ചയായ 12-ാം തീയതിയാണ്. പിന്നീട് 3-ാം ശനിയാഴ്ച 19-ാം തീയതിയും അവധിയാണ്. പിന്നീട് ഒക്ടോബർ 31 അവധിയാണ്. നവംബർ മാസത്തിൽ രണ്ടാം ശനിയാഴ്ചയായ 9-ാം തീയതി മാത്രമേ അവധിയുള്ളൂ. ഡിസംബർ മാസത്തിൽ രണ്ടാം ശനിയാഴ്ചയായ 14-ാം തീയതിയും പിന്നീട് വരുന്ന ശനിയാഴ്ചയായ 21-ാം തീയതിയും അവധിയാണ്. പിന്നീട് ക്രിസ്മസ് അവധിയാണ് വരുന്നത്. ക്രിസ്മസ് വെക്കേഷന് ശേഷം ജനുവരി മാസത്തിൽ 2-ാം തീയതി മന്നം ജയന്തിയായിട്ട് ഗവൺമെൻറ് അവധി നൽകുന്നുണ്ട്. പിന്നീട് രണ്ടാം ശനിയാഴ്ച ജനുവരിയിൽ വരുന്നത് 11-ാം തീയതിയാണ്. 2025 ജനുവരി മാസത്തിൽ 11-ാം തീയതിയാണ് രണ്ടാം ശനിയാഴ്ച വരുന്നത്. 3-ാം ശനിയാഴ്ചയായ 18-ാം തീയതിയും അവധിയാണ്. പിന്നീട് ഫെബ്രുവരി മാസത്തിൽ രണ്ടാം ശനിയാഴ്ചയായ 8-ാം തീയതിയും ഫെബ്രുവരി 26-നും അവധിയാണ്. പിന്നീട് വരുന്നത് മാർച്ച് 8 വനിതാ ദിനം, അത് രണ്ടാം ശനിയാഴ്ചയാണ് വരുന്നത്, അന്ന് അവധിയാണ്. പിന്നീട് മാർച്ച് 29 ശനിയാഴ്ച അവധിയാണ്. പിന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് സ്കൂളുകൾക്ക് സമ്മർ വെക്കേഷൻ ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ അധ്യയന വർഷത്തിലെ, അതായത് 2024-25 അധ്യയന വർഷത്തിലെ കലണ്ടറാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്.